ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് കുറച്ച് വാങ്ങിക്കുമ്പോൾ നെയ്യ് കുറച്ച് എല്ലുള്ളതും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അധികം നെയ്യ് വേണ്ട, കുറച്ച് നെയ്യ് മതി. അപ്പോൾ ബീഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ബീഫിൻ്റെ കൂടെ ഇട്ട് തിരുമാനായിട്ട് നമുക്ക് ഞാൻ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചതച്ച ഇഞ്ചിയും ഗാർലിക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, വേപ്പില, ഇതും ഒക്കെ കൂടിയിട്ട് നല്ലപോലെ തിരുമ്പണം. ഇതും പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇതൊക്കെ കൂടിയിട്ട് നല്ലപോലെ തിരുമ്മിയിട്ട് അത് അടപ്പത്ത് വയ്ക്കണം. ഞാനിവിടെ ബീഫ് എടുത്തിരിക്കുന്നത് 1.5 കിലോയാണ്. 1.5 കിലോ ബീഫിലോട്ട് 3 സബോള, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിൻ്റെ കുറച്ച് എടുത്തിട്ടുള്ളൂ. കുറച്ച് പിന്നെ അവസാനത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ തിരുമിയിട്ട് 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ 10 മിനിറ്റ് വെച്ചിട്ടാണ് ഇത് വെക്കേണ്ടത് അടുപ്പത്ത്. അപ്പോൾ തിരക്കില്ലാത്തവർക്കാണെങ്കിൽ 10 മിനിറ്റ് വയ്ക്കാം. നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ വയ്ക്കാം. പക്ഷേ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് വെക്കുന്നതാണ് സ്വാദുള്ളത്. ഞാനിപ്പോൾ ബീഫ് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വെറുതെ ഇങ്ങനെ വെച്ചേക്കണം ഒരു പാത്രത്തിൽ. ഇപ്പോൾ നാട്ടിൽ ബീഫാണെങ്കിൽ കുറേ നേരം വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വിസിലടിക്കാം. പക്ഷേ ഇതിപ്പോൾ ഇവിടെ UAE ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ബീഫാണ്. അതപ്പോൾ വിസിലൊന്നും അടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചാൽ മതി. ഇതിലോട്ട് ഞാൻ കുറച്ച് ബേ ലീവ്സും പിന്നെ 2 കുഞ്ഞ് സൈസ് കറുവാപ്പട്ടയും, തക്കോലം, ഒരു തക്കോലം സ്റ്റാർ അനീസ്, പിന്നെ ഒരു 3-4 ഏലക്കായും കൂടെ ഇതിലോട്ട് ഇടുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക വീണ്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് കാച്ചണേന്ന് നോക്കാം. ഇൻഡാലിയത്തിൻ്റെ ചട്ടി എടുത്തിട്ട് അതിൽ ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പരമാവധി ഇൻഡാലിയത്തിൻ്റെ ചട്ടി എടുക്കാൻ നോക്കുക. അതിൽ വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യണം. അപ്പോൾ പാരലായിട്ട് നമ്മുടെ ബീഫ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കാച്ചാൻ പോവുകയാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് വേപ്പിലിടാം. മുളക് ഒരു മുറിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമനുസരിച്ച് ഉണക്കമുളക് മുറിച്ചിട്ടിടാം. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിടാം. ഞാനൊരു 10-15 ഉള്ളി എടുത്തിട്ടുണ്ട് 1.5 കിലോ ബീഫിന്. ഇതാണ് ഉള്ളിയാണ് താളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളി അവൈലബിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സബോളയിൽ വേണമെങ്കിൽ താളിക്കാം. പക്ഷേ ഉള്ളിക്കായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഉള്ളി ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയിരിക്കുന്ന ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലോട്ട് ഇടാം. അത് ഏകദേശം ഒരു 2-3 സ്പൂൺ ഉണ്ടാവും. അത് നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയത്, ഇറച്ചി വയ്ക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ അതിൽ തന്നെ വെള്ളം വരും. അതുകൊണ്ട് ഇറച്ചി വയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട. ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് പൊടികൾ ചേർക്കാം. തീ കുറച്ച് വയ്ക്കുക. അതിലോട്ട് മഞ്ഞൾപ്പൊടി 1 കുഞ്ഞ് ടേബിൾ സ്പൂൺ, നല്ലപോലെ ഇളക്കാം. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പൊടികൾ കരിഞ്ഞു പോകും.
2 സ്പൂൺ മുളക് പൊടി ഇടാം. അത് നിങ്ങളുടെ എരിവിന് ആവശ്യാനുസരണം ഇടാം. നമ്മൾ മറ്റേ പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് എരിവിന് വേണ്ടത് ഇടാം. പെരിഞ്ജീരകം പൊടിച്ചത് ഇടാം. അത് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഇട്ടാൽ മതി. കുഞ്ഞ് ടീസ്പൂണിൽ അത് 2 ടീസ്പൂൺ ഇടാം. അത് പൊടിച്ച് വെച്ചത് കേട്ടോ, വറുത്തിട്ട് പൊടിച്ച് വെച്ചത്. അപ്പോൾ വറുത്തിട്ട് പൊടിച്ച് വെച്ചതില്ലെങ്കിലും പച്ചയ്ക്ക് പൊടിച്ച് വെച്ചതായാലും മതി. എന്നിട്ട് നല്ലപോലെ എണ്ണയിൽ കിടന്ന് മൂക്കണം. ഇനി അടുത്ത് ഗരം മസാല നമ്മൾ പൊടിപ്പിക്കണതാണെങ്കിൽ പൊടിപ്പിക്കണത് മതി, അല്ലെങ്കിൽ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കണത്. അത് അധികം ഇടേണ്ട ആവശ്യമില്ല. ഒരു കുഞ്ഞൊരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ ഒക്കെ ഇട്ടാൽ മതി. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കുറച്ച് നേരം ആ പച്ചമണം പോകുന്ന വരെ വയ്ക്കുക. ഇറച്ചി ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഇതിൽ തന്നെ മസാലയിൽ കിടന്ന് നല്ലപോലെ വേവണം. അപ്പോൾ അത് 10 മിനിറ്റ് അവിടെ ഇരുന്ന് വേവിക്കാൻ വയ്ക്കുക. എന്നിട്ട് അവസാനം വാങ്ങണ നേരത്ത് ഒരു വേപ്പില ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമുക്ക് വാങ്ങാം.